ഉമ്മ. പ്രിയപ്പെട്ട ഉപ്പ, സഹോദര സഹോദരി, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മുടെ കുഞ്ഞുമക്കളില്ലേ സ്കൂളിൽ പഠിക്കുന്നു, ഭൗതിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ മക്കളില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിസ്കരിച്ചിട്ടുണ്ടോ, ളുഹർ നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഉമ്മ. വീട്ടിലേക്ക് വന്നാൽ ഇന്ന് എന്തൊക്കെ ഹോംവർക്കാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ഉമ്മ. ഈ കുഞ്ഞുമോൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മോളെ, നീ ളുഹർ നിസ്കരിച്ചിട്ടുണ്ടോ, ളുഹർ നമസ്കരിക്കാത്ത ആളാണോ? അവർക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം അല്ലാഹു നൽകില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്കൂളിൽ പോയിട്ട് PTA മീറ്റിംഗ് വിളിച്ചാൽ PTA മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ട്, MTA മീറ്റിംഗ് വിളിച്ചാൽ MTA മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ട്. MTA മീറ്റിംഗിൽ പങ്കെടുത്ത് സാറ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. അവസാനം HM ചോദിക്കും, ഇനി വല്ല പരാതിയുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിങ്ങൾ, സാറേ, ഞങ്ങളുടെ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമത്ര പ്യുവറല്ല, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറുടെ ക്ലാസ് അത്ര പോരാ, കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ മോശമാണ്, ഹിന്ദി ഞങ്ങളുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് എഴുന്നേറ്റ് പറയാറില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എഴുന്നേറ്റെടുത്ത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്. എന്റെ മോള് 9ാം ക്ലാസ്സിലാ പഠിക്കുന്നത്. എന്റെ മോളുടെ പ്രായം 14. അവൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. നിസ്കാരം നിർബന്ധമാണ്. ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാനുള്ള ഒരു ചെറിയ സംവിധാനം ഈ ക്യാമ്പസിനകത്ത് ഉണ്ടാക്കി തരുമോ എന്ന് ഏതെങ്കിലും ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? ഉമ്മമാരെ കേട്ടോളൂ, സാധാരണ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിൽ എന്ന കാവലാണ് മക്കളുണ്ടാവുക എന്നത് അല്ലാഹുവിന്റെ ശിക്ഷ വന്നു ഭവിക്കുന്നതിൽ നിന്ന് കാവലായി നിൽക്കും. അല്ലാഹുവിന് വേണ്ടി സദാസമയത്തും ഇബാദത്തിൽ കഴിയുന്ന വ്രതജനങ്ങളില്ലായിരുന്നെങ്കിൽ, ഉമ്മമാരുടെ അമ്മിന്റെ പാൽ കുടിക്കുന്ന കുഞ്ഞു മക്കളില്ലായിരുന്നെങ്കിൽ, മക്കൾ അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന്റെ കാവലാണ്. നിങ്ങൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ, മക്കളുണ്ടാകുന്നത് നല്ലതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, ഇദാ അറാദ അല്ലാഹു തആല ബിഖൗമിൻ നിഖ്മ, ഒരു ജനതയെ അല്ലാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ആ സമൂഹത്തിലുള്ള മക്കളെ അല്ലാഹു മരിപ്പിച്ചു കളയും. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള ഉമ്മ, 14 വയസ്സുള്ള നിങ്ങളുടെ മകളില്ലേ? ഇല്ലേ? എന്താ ശാസ്ത്രം പറയുന്നത്? ഒരു കഴിഞ്ഞ വർഷം പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, ഈ കാലഘട്ടത്തിന്റെ സ്വഭാവം രേഖപ്പെടുത്തിയല്ലോ. എന്താ വൈദ്യശാസ്ത്രം പറഞ്ഞത്? 12 വയസ്സ് പ്രായമാകുന്ന എല്ലാ അധിക പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായിട്ടുണ്ട്. എന്താ പറയാൻ കാരണം? അവർ പറയുന്നത് ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അതിന് കാരണം. 12 വയസ്സായ അധിക പെൺകുട്ടികളും പ്രായപൂർത്തിയായിട്ടുണ്ട് എന്ന് വൈദ്യശാസ്ത്രം പറയുന്നുവെങ്കിൽ ഉമ്മ, 12 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മകൾ എത്രയിലാ പഠിക്കുന്നത്? ഉപ്പ, 12 വയസ്സാകുമ്പോൾ അവൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അധിക പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായിട്ടുണ്ട്. 13ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിലാണ്, 14ാമത്തെ വയസ്സിൽ 9ാം ക്ലാസ്സിലാണ്, 15ാമത്തെ വയസ്സിൽ 10-ലല്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, +2 വിദ്യാഭ്യാസമില്ലെങ്കിൽ എന്റെ കുട്ടിയെ ഏറ്റെടുക്കാൻ പുതിയാപ്പിളമാരുണ്ടാവില്ല എന്ന് പറഞ്ഞു പഠിക്കാൻ പറഞ്ഞേക്കാറില്ലേ? നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? നമസ്കാരം ഒഴിവാക്കുന്ന സമുദായമാണോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരവരിൽ നിന്ന് പിൻവലിഞ്ഞു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിന്റെ മകൾക്ക് ഒരുപക്ഷെ ഡിഗ്രിയുള്ള ഭർത്താവിനെ കിട്ടിയേക്കും, പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ മുഖത്തേക്ക് പോലും നോക്കാൻ മടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.